ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ മധുരം മലയാളം സീരീസിലേക്ക് സ്വാഗതം. മലയാളം 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠവലിയുടെ അടുത്ത പോർഷനാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പദപരിചയവും 2 ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് SCRT 5 മുതൽ 10 വരെയുള്ള സീരീസ് ഓരോന്നോരോന്ന് നമ്മളുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. ക്ലാസ്സുകൾ ആരംഭിക്കാം. പദകോശമാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. കളം എന്നാൽ നെല്ല് മെതിക്കുന്നതിനുള്ള സ്ഥലമാണ്. കള എന്നാൽ പാഴ്പുല്ലുകളാണ്. കനവ് സ്വപ്നം. പൊലി നെൽക്കൂമ്പാരം, മെതിച്ചു കൂട്ടിയ നെല്ല്. പൊലിമ വർധന. കണിശം സൂക്ഷ്മം. ജന്മി എന്നാൽ ജന്മാവകാശമുള്ളവൻ അല്ലെങ്കിൽ ഭൂമി പാട്ടത്തിന് കൊടുത്ത് മിച്ചവാരം വാങ്ങുന്നവനാണ്. പാട്ടക്കാരൻ ജന്മിയിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത് നികുതി കൊടുത്ത് താമസിക്കുന്നവരാണ്. നിവൃത്തി തൃപ്തികരമായ അവസാനം. ശബ്ദമുഖരിതം എന്നാൽ ഒച്ച കൊണ്ട് മുഴങ്ങുന്ന. ചൈതന്യം ജീവശക്തി. സ്പർശം തൊടൽ. ലവണം ഉപ്പ്. ചക്രവാളം കണ്ണെത്തുന്നിടം ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നതായി തോന്നുന്നിടമാണ്. അടുത്ത് നമുക്ക് നോക്കാം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് സൗജന്യ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാം. മിഷൻ 2023 12നും ഡിഗ്രിക്കും വേണ്ടിയുള്ള ഒരു ബാച്ച്, 10th ലെവൽ കേരള PSC എക്സാമിന് വേണ്ടിയുള്ള ഒരു ബാച്ച്, ഒപ്പം അൺഅക്കാഡമി ലൈറ്റ് ഷാഫി ഐ എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചാൽ 10% ഫീസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ധാരാളമായിട്ടുള്ള ടെസ്റ്റ് സീരീസ്, അൺഅക്കാഡമി കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നോക്കാം. വഴിവാണിഭക്കാർ, വഴിയിലെ കച്ചവടം ചെയ്യുന്ന, വഴിയരികിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾ. പണ്ടം ആഭരണം. കൈക്കുടന്ന കൈക്കുമ്പിൾ. നേദിക്കുക അർപ്പിക്കുക അല്ലെങ്കിൽ നിവേദിക്കുക. പൈത്യം ഭോഷത്വം അല്ലെങ്കിൽ ഭ്രാന്ത്. നോക്കിക്കേ. കലമ്പുക കോപിക്കുക ശകാരിക്കുക. തിടമ്പ് ബിംബം എഴുന്നള്ളിപ്പിനുള്ള വിഗ്രഹം. 6 നദി പുഴ. പോർനിലയം യുദ്ധക്കളമാണ്. സാർത്ഥകം അർത്ഥത്തോട് കൂടിയത്. ഭാണ്ഡം മാറാപ്പ്. കറ്റൻ കർത്തവൻ. ചെറ്റ് അല്പം. അടുത്തത് ഒലി. ഒലി എന്നാൽ ശബ്ദം. ഉൽക്കടം വർദ്ധിച്ച. അനുസ്യൂതം തുടർച്ചയായ. സന്തത സഹചാരി എപ്പോഴും കൂടെ നടക്കുന്നവൻ. ദൃഢനിശ്ചയം ഉറച്ച തീരുമാനം. സത്യാഗ്രഹം സത്യത്തെ ഉൾക്കൊള്ളൽ അല്ലെങ്കിൽ ഒരു സമര രീതി. അനുയാത്ര കൂടെ യാത്ര ചെയ്യൽ. സമാഗമം കൂടിക്കാഴ്ചൽ അഥവാ ഒത്തുചേരൽ. അഭൂതപൂർവം മുമ്പുണ്ടായിട്ടില്ലാത്തത്. നാദം ശബ്ദം. നരഹത്യ മനുഷ്യനെ കൊല്ലൽ. പ്രതീകം അടയാളം. അജയ്യത ജയിക്കപ്പെടാൻ കഴിയാതിരിക്കൽ. സന്നാഹം ഒരുക്കം. വിനയാൻവിതൻ വിനയത്തോട് കൂടിയവൻ. നാടകീയം നാടകത്തിലെ പോലെ. ഗുമസ്തൻ കണക്കപ്പിള്ള. ദല്ലാൽ ഇടനിലക്കാരൻ. വൈകൃതം വികൃതമാക്കപ്പെട്ടത്. ഉപദ്രവം ചെയ്യാത്തവൻ നിരുപദ്രവികൾ. തമ്പടിക്കുക കൂടാരമുണ്ടാക്കി താമസിക്കുക. പ്രഹരിക്കുക അടിക്കുക. നിസ്സംഗത ഒന്നിനോടും ചേരാത്ത അവസ്ഥ. ഇനി നമുക്ക് നോക്കാം. ബാലഗംഗാധര തിലക് 1917 ചെയ്ത ഒരു പ്രസംഗത്തിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇത് ആര് പറഞ്ഞ വാക്കുകളാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. നമുക്ക് തന്നെ വേണം. നമുക്കത് വേണം. അത് കൊതിക്കുന്ന ആത്മാവ് എന്നിൽ സജീവമായിരിക്കെ എനിക്ക് വാർദ്ധക്യം ഏശിയില്ല. അത് അമരമാണ്. കാറ്റിനതിനെ പറത്തിക്കളയാനാവില്ല. ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല. അഗ്നിക്ക് ചാരമാക്കാനാവില്ല. ഒപ്പം നമ്മളുടെ കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേളപ്പനെ കുറിച്ചുള്ള ചെറിയൊരു കോട്ടാണ്. ഉപ്പു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേളപ്പൻ. ദണ്ഡി യാത്രയുടെ മാതൃകയിലാണ് കേളപ്പൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് വ്യക്തികളെക്കുറിച്ചും അതുപോലെ പദപരിചയമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമായി തോന്നുകയാണെങ്കിൽ ഇത് ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഇതിന്റെ ബാക്കി നമ്മൾ നാളെ 7 മണിക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.